ഹലോ നമസ്കാരം. മഴതോരും മുമ്പിടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ രോഹിത്തിനെയും ഭാര്യയെയും മറ്റ് 2 പേരെയുമൊക്കെ ജാമ്യം പോലും നിഷേധിച്ച് പോലീസ് സബ് ജയിലിലേക്ക് അയക്കുന്നുണ്ട്. അവർക്ക് 14 ദിവസത്തേക്ക് അവരെ റിമാൻഡ് ചെയ്തേക്കാണ്. അവർക്ക് ജാമ്യം കൊടുക്കുന്നില്ല. അവരെ കാണാൻ പോലും ആരെയും അനുവദിക്കുന്നില്ല കേട്ടോ. അതേസമയം ശരണ്യാണെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ശരണ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേർക്കും ജാമ്യം നിഷേധിച്ച് അവർ സബ് ജയിലിലേക്ക് റിമാൻഡിലേക്ക് മാറ്റുന്നത്. ഹരിയെയും രോഹിത്തിനെയും ഫ്രണ്ട്സിനെയും കാണാൻ പോലും ആരെയും അനുവദിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീലന്മാർക്ക് മാത്രമാണ് അവരോട് സംസാരിക്കാൻ സമയം കൊടുക്കുന്നത്. അതും സ്റ്റേഷനിൽ വെച്ചിട്ടൊന്നും അവരെ കാണാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ജാമ്യത്തിൽ ഒപ്പിടിയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ടൊന്നും അവരെ കാണാൻ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അങ്ങനെ കോടതിയിൽ വെച്ചിട്ടാണ് പിന്നീട് അവർ കാണുന്നത്. ആ സമയത്ത് പോലും അവർക്ക് ജാമ്യം കോടതി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സബ് ജയിലിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നീട് അവർ ഇതിൻ്റെ കേസിൻ്റെ ഓരോ ഹിയറിങ്ങും നടത്തുന്നതായിട്ട് ഡേറ്റ് ഇങ്ങനെ കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ആ ഡേറ്റിലായിരിക്കും കോടതി ഈ കേസ് വിളിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സബ് ജയിലിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതേസമയം ബാലചന്ദ്രൻ ആകെ തകർന്നിരിക്കുകയാണ്. കാരണം രോഹിത്തിൻ്റെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് തകർത്തിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ്. മനു ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ശിവശങ്കര മേനോനും നാട്ടിലെത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഹരിയെ രക്ഷിക്കണം എന്നുള്ള ഒരു ഇതിൽ, ഹരിക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശിവശങ്കരനും ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ശിവശങ്കരൻ വരുന്ന സമയത്ത് ഇവിടെ പ്രോബ്ലം ആകെ മാറി മറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളായിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഹരിയുടെ ഫോണിൽ നമ്മുടെ ബബിതയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടത് കാരണം അതിൻ്റെ ഇഷ്യൂ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ഹരി ബബിതയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്നുള്ള കാര്യം തന്നെ വീട്ടിലും കുടുംബത്തിലൊക്കെ ഒന്ന് ഫ്ലാഷ് ആവുന്നുണ്ട്. അത് കമലയ്ക്ക് നമ്മുടെ ശിവേട്ടൻ്റെ കയ്യിൽ നിന്ന് തല്ലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ബബിതയെ മോശമാക്കി സംസാരിക്കുന്നുണ്ട്. അവളിവിടെ വന്നിട്ട് ഹരിയെ വളച്ചെടുക്കാൻ നോക്കിയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ കമലയ്ക്ക് തല്ല് കിട്ടുന്നുണ്ട് ശിവേട്ടൻ്റെ കയ്യിൽ നിന്ന്. അത് മാത്രമല്ല, പിന്നീടാണെങ്കിൽ അലീനയെക്കുറിച്ച് മോശമായിട്ട് കമല സംസാരിക്കുമ്പോൾ അതിനൊക്കെ തക്ക മറുപടി കൊടുത്തുകൊണ്ട് ശിവേട്ടൻ കമലയുടെ വായ അടപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ബബിതയാണെങ്കിൽ ആകെ ഡെസ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ കയറും എന്നുള്ള ഒരു വിഷമത്തിലാണ്. കാരണം ഇങ്ങനൊരു സംഭവമൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഇങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു. അലീന അറിഞ്ഞു. ബാലചന്ദ്രനോട് പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആകെ ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ അമലിനെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ നോക്കുമ്പോൾ അമലിൻ്റെ ഫോണിലേക്ക് കോള് കണക്റ്റ് ആവുന്നില്ല. അമലിന് പിന്നെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് ബബിത. അതുപോലെ വൈജയന്തിയുടെ അടുത്തും അലീന വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ സുലോചനയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീനയെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിക്കാനൊക്കെ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയണം ആ കേസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനുശേഷം അലീന ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ബാലചന്ദ്രനെ കാണാൻ വരുന്ന സമയത്ത് വൈജയന്തിയുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. വൈജയന്തി ആണെങ്കിലും മുഖം കറുപ്പിച്ചിരിക്കുകയാണ്. അലീന അതൊന്നും കാര്യമാക്കാതെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇനി വീട്ടിലേക്ക് വരുന്നില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നീ ഉള്ള വീട്ടിലേക്ക് ഞാൻ ഇനി വരാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാണ്. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ വാശിയുടെ അനന്തര ഫലമായിട്ട് മക്കളുടെ ജീവിതമാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത്. നീ കാരണമാടി എൻ്റെ രോഹിത്ത് ഇങ്ങനെ ആയിപ്പോയത് എന്ന് അലീനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെയല്ലേ ഇങ്ങോട്ടേക്ക് ദ്രോഹിച്ചിട്ടുള്ളത്? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വന്നതിൽ പിന്നെയാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായത്. അതുവരെ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഹരിയുടെയും രോഹിത്തിൻ്റെയും മനസ്സിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നിന്നെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്നത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ വൈജ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, വളരെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ പഴിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ നീ വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നീ ഭൂമിയിൽ ജനിച്ചു വീണതാണ് ഏറ്റവും വലിയ തെറ്റ്. നിന്റെ പിഴച്ച തള്ള ഈ ഭൂമിയിലോട്ട് വിട്ടതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഈ വാക്കുകളൊക്കെ മാഡം ഓർത്ത് വെച്ചോ. ഒരിക്കൽ ഈ വാക്കുകൾ മാഡം എന്നോട് പറഞ്ഞത് ഓർത്തിട്ട് ഏറ്റവും അധികം നെഞ്ചു പൊട്ടി കരയുന്ന ഒരു ദിവസം വരും. അന്ന് ഈ വാക്കുകൾക്ക് ഓർത്ത് കുറ്റബോധം, ഈ പറഞ്ഞ വാക്കുകൾക്ക് ഉള്ള കുറ്റബോധം ഒരിക്കലും, ആ വിഷമം ഒരിക്കലും മാഡത്തിൻ്റെ മനസ്സിൽ നിന്ന് മായത്തില്ല
എന്ന് അലീന പറയുമ്പോൾ അതെന്താടി നീ അങ്ങനെ പറയുന്നത്? എനിക്ക് എന്ത് കുറ്റബോധം? ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് പറയുന്നത്. അതിലൊരിക്കലും എനിക്ക് കുറ്റബോധം വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ശരി, എന്നാൽ ഞാൻ പോവുകയാണ്. മറ്റൊരു കാര്യം കൂടി പറയാം. എന്താണെങ്കിലും അമ്മയുടെ വഴിയെ തന്നെ മകളും പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയണേ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ വഴിയെ മകളും പോകാനുള്ള സാധ്യത എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ബബിത ആകെ മോശമായിട്ടുള്ള ഒരു കണക്ഷനിലൂടെയാണ് പോകുന്നത് എന്ന് പറയണേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ബബിതയ്ക്ക് എന്ത് പറ്റി? ബബിതയ്ക്ക് ഒരു ചെറുക്കനുമായിട്ടൊരു ബന്ധമുണ്ട്. അത് മാത്രമല്ല അവർ തമ്മിൽ ഇടയ്ക്ക് കാണാറുണ്ട്. 2 തവണ ബബിത വീട്ടിലേക്ക് അവനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരു തവണ ഞാൻ ഉള്ളപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മറ്റൊരു തവണ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ആ ചെറുക്കനും വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവരെ 2 പേരെയും കൈയോടെ പൊക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഫോൺ വിളിയാണ്, വാതിലടച്ച സംസാരമാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇടയ്ക്കൊക്കെ ബബിത ആ പയ്യൻ്റെ കൂടെ കറങ്ങാനും പുറത്തേക്കും എവിടേക്കോ പോവാറും ഉണ്ട്. ഹോസ്പിറ്റലിലേക്കാണ്, അമ്മയെ കാണാനാണെന്നും പറഞ്ഞ് കൊല്ലപ്പള്ളിയിൽ നിന്ന് പോലും അവൻ്റെ കൂടെ എവിടെയോ പോയിട്ട് അവർ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന വീഡിയോയും അവിടെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ വീഡിയോസ് ഹരിയുടെ ഫോണിലുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനായിട്ട് ബബിതയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ വൈജയന്തി ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. എന്തൊക്കെയാണ് താനീ കേൾക്കുന്നത് എന്നോർത്തിട്ട്. അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്? നീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ, വേണമെങ്കിൽ ബബിതയോ കൃഷ്ണയോ വിളിച്ച് ചോദിച്ചു നോക്കി, അറിയാലോ സത്യം എന്ന് പറയാണ്. എന്താണെങ്കിലും അച്ഛനും അമ്മയും കൂടെ ഉള്ള ഈ പോരിൽ, ഈ യുദ്ധത്തിൽ മക്കളുടെ ജീവിതമാണ് താറുമാറായിട്ടിരിക്കുന്നത്. രോഹിത് ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ബബിതയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ആ വീട്ടിൽ ആകെ ഇനി കൃഷ്ണ മാത്രമേ ഉള്ളൂ. അതിനെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം. ബബിതയെ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം കൈവിട്ടു പോകും. ഇപ്പോൾ തന്നെ ഏതറ്റം വരെ പോയിട്ടുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ വൈജയന്തിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാഞ്ഞിട്ട് ആകെ വിഷമിച്ചു പോവുകയാണ് വൈജയന്തി. പിന്നീട് അലീന പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ്, ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല. അച്ഛൻ ഇന്ന് ഡിസ്ചാർജ് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛനെ വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുപോകും. പിന്നെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാം. തൽക്കാലം എന്നെ പറഞ്ഞയക്കാൻ പറ്റില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഇനി അച്ഛൻ തീരുമാനിക്കുന്നത് പോലെ നടക്കുള്ളൂ. എന്താണെങ്കിലും മാഡം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹമല്ല, മാഡം വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ കുട്ടികളുടെ കാര്യങ്ങൾ ഓക്കെ ആവുള്ളൂ. അല്ലാതെ മാഡം ഇനി വേറെ എവിടെയെങ്കിലും വീടെടുത്ത് പോയിട്ട് ബബിതയെ കൊണ്ടുപോയിട്ട് അത് കൂടുതൽ ഇഷ്യൂകളെ ഉണ്ടാവത്തുള്ളൂ. ശരിക്കും അച്ഛനും അമ്മയും കൂടെ നിന്നെങ്കിൽ മാത്രമേ ബബിതയെ ഇനി രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൃഷ്ണമോള് കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ അലീന പറയുന്ന കാര്യങ്ങളൊക്കെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, അല്ലാതെ എതിർത്തൊന്നും വൈജ പറയുന്നില്ല. അങ്ങനെ എന്താണെങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ശരി ഞാൻ പോവുകയാണ്, ഞാൻ പിന്നീട് വരാമെന്ന് പറയുമ്പോൾ വളരെ രൂക്ഷമായിട്ട് അലീനയെ ഒന്ന് നോക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ അലീന ശരി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെ കിടക്കുന്നതിൽ, എനിക്കൊരുപാട് വിഷമമുണ്ട്. എഴുന്നേറ്റ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെ ഞാൻ ഇനി അങ്ങോട്ടും കാണുകയുള്ളൂ. അതുകൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും വരുത്താതെ നോക്കിക്കോളാം. എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നത് വരെ ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞതിന് ശേഷം മാഡം എന്നെ എങ്ങോട്ട് വേണമെങ്കിലും പറഞ്ഞയച്ചോ, യാതൊരു കുഴപ്പമില്ല, ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറയാണ് അലീന. അത്രയും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ വൈജയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് പറയണം. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറയാമെന്ന് കരുതി ചെന്നതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ കിടക്കുക, വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അവൾ അതൊന്നും കേൾക്കത്തില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി മാഡം തീരുമാനിക്കട്ടെ എന്ന് പറയാണ് അലീന. ശരി, അച്ഛൻ ഇന്ന് ഡിസ്ചാർജ് അല്ലേ, നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് വരാനേ തോന്നുന്നില്ല. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് ആകെ ഒരു വിമ്മിഷ്ടമാണ് അങ്ങോട്ടേക്ക് കയറി വരാനായിട്ട്.
പക്ഷേ അവിടേക്ക് വരാതിരുന്നിട്ടും കാര്യമില്ലല്ലോ അച്ഛാ. ബാക്കി 2 മക്കൾ വീട്ടിലില്ലേ, അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ. ഇപ്പോഴെങ്കിലും അവരുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം കൂടി കൈവിട്ടു പോകും എന്ന് പറയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ബബിതയുടെ കാര്യം ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചല്ലോ, അവളെ ഒന്ന് ശരിയായ രീതിയിൽ കൊണ്ടുവരണം. അതിന് അച്ഛനും മാഡവും ആ വീട്ടിൽ വേണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അതിന് വൈജ വരുമോ എന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, അതൊക്കെ വരുമായിരിക്കും എന്ന് അലീന പറയാണ്. പക്ഷേ വൈജയുടെ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അലീന ആ വീട്ടിലുണ്ടെങ്കിൽ വൈജ വരില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ഒരിക്കലും ആ വീട്ടിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് തീരുമാനം. ആ തീരുമാനത്തിനൊന്നും മാറ്റമില്ല. ഫോണിൽ ന്യൂസൊക്കെ കാണുന്ന വൈജ ആകെ തകർന്നു പോകുന്നുണ്ട്. രോഹിത്തിന് ജാമ്യം കിട്ടിയില്ല, ജയിലിലേക്ക് പറഞ്ഞയച്ചു എന്നത് ആ ന്യൂസ് കണ്ടിട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. തൻ്റെ മകൻ ജയിലിൽ പോയി കിടക്കുകയാണല്ലോ എന്നോർത്തിട്ട് സങ്കടമുണ്ട്. പക്ഷേ അവൻ ചെയ്ത തെറ്റിനെ കുറിച്ചൊന്നും അപ്പോഴും ഓർക്കുന്നില്ല കേട്ടോ. അതിനെപ്പറ്റിയൊന്നും പറയുന്നൊന്നുമില്ല. അതിനെപ്പറ്റി റിഗ്രറ്റോ അങ്ങനെയൊന്നുമില്ല. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ചിന്ത മാത്രമേ വൈജയ്ക്കുള്ളൂ. പക്ഷേ ആ മറ്റേ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല, അലീനെ അല്ലാണ്ട്. ബാലചന്ദ്രനും തന്നെ രോഹിത്തിനെ ജാമ്യത്തിലൊന്ന് ഇറക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. സ്വന്തം മകനായി പോയില്ലേ എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ അലീനയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. അത് മനുവിനോടും ബാലചന്ദ്രനോടും അലീന തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നീട് അലീന തന്നെയാണ് മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് വഴിയൊരുക്കുന്നത്. അതായത് രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അലീന തന്നെയാണ്. അതിനുശേഷമാണ് രോഹിത്തിനെ രക്ഷിക്കാനുള്ള ഒരു വഴിയായിട്ട് അലീന മുന്നോട്ട് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ രോഹിത്തിനെ കാണാനായിട്ട് പോകുന്നുണ്ട്, ജയിലിലേക്ക് പോകുന്നുണ്ട് ബാലചന്ദ്രനും അലീനയും കൂടിയിട്ട്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രനും അലീനയും കൂടി രോഹിത്തിനെ കാണാനായിട്ട് പോകുമ്പോൾ, രോഹിത്തിന് ആരെയും കാണാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പോലീസ് ചെന്നിട്ട് പറയുന്നുണ്ട് ഒരു വിസിറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ, എനിക്ക് ആരെയും കാണണ്ട എന്നാണ് രോഹിത്ത് പറയുന്നത്. പക്ഷേ പോലീസുകാരെ തന്നെ നിർബന്ധിച്ച് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ബാലചന്ദ്രനെയും അലീനയും കാണുമ്പോൾ രോഹിത്ത് ആകെ ഒന്ന് പകച്ചു പോകുന്നുണ്ട്. രോഹിത്ത് ഇവരെ കണ്ടിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട്, മോനെ നിൽക്ക് എന്ന് പറയാണ്. അങ്ങനെ രോഹിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ ആ അഴിയുടെ അടുത്തേക്കായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് രോഹിത്ത്. അപ്പോൾ രോഹിത്തിൻ്റെ മുഖവും ഒക്കെ കണ്ടിട്ട് ആ സമയത്താണ് പിന്നീട് ബാലചന്ദ്രൻ രോഹിത്തിനെ കാണുന്നത് കേട്ടോ. ഇത്രയും നാൾ ഹോസ്പിറ്റലിലായിരുന്നില്ലേ, കോടതിയിലൊന്നും ബാലചന്ദ്രൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പറയാം, രോഹിത്ത് ആകെ ഒരു വല്ലാത്ത ഒരു രൂപമായി മാറി എന്ന് മനസ്സിലാവുകയാണ് ബാലചന്ദ്രന്. കാരണം അത്രയും ആൾ മാറിപ്പോയിരിക്കുന്നു. രോഹിത്ത് ആകെ മാറിപ്പോയിരിക്കുന്നു. മുടിയൊക്കെ ചെട പിടിച്ച് ആകെ ഒരു കോലം കെട്ടുപോയ, ഒരുപാട് പ്രായം കൂടിയതുപോലെയൊക്കെ തോന്നുകയാണ് ബാലചന്ദ്രന്. അപ്പോൾ ബാലചന്ദ്രൻ മോനെ എന്ന് വിളിക്കുമ്പോൾ, എന്നെ വിളിക്കേണ്ട, എന്തിനാണ് എന്നെ കാണാനായിട്ട് വന്നത്, എന്നെ കാണാനായിട്ട് ആരും വരണ്ട എന്ന് പറയുമ്പോൾ, മോനെ നിനക്ക് ജാമ്യത്തിനായിട്ട് അച്ഛൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, വേണ്ട, എനിക്ക് ജാമ്യം വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണ്ട, എന്നെ രക്ഷിക്കാനായിട്ട് ആരും നോക്കുകയും വേണ്ട എന്നൊക്കെ രോഹിത്ത് തറപ്പിച്ച് പറയണേ. അങ്ങനെ പറയരുത്, നിൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ശരിയാണ്, അതിനെന്തെങ്കിലും പോകുംവഴി നമുക്ക് കാണാം എന്നൊക്കെ പറയുമ്പം, വേണ്ടാന്നല്ലേ പറഞ്ഞത്, എനിക്ക് ഈ കാര്യത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല, എന്നോട് ആരും സംസാരിക്കാൻ വരണ്ട എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, രോഹിത് ഇങ്ങനെയൊന്നും അച്ഛനോട് സംസാരിക്കല്ലേ എന്ന് പറയുമ്പോൾ, നീ ആരാടി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്, നീ നിൻ്റെ പാട് നോക്കിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയോടും തർക്കിക്കുകയാണ് രോഹിത്ത്. അലീനയോടും ദേഷ്യപ്പെടുകയാണ്. എന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് ആരും വരണ്ട, എന്നോട് സംസാരിക്കാനോ എന്നെ കാണാനോ ഒന്നും ആരും ഇങ്ങോട്ടേക്ക് വരികയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത്ത് അവിടെ നിന്ന് പോവുകയാണ്. അതും കൂടി ആയപ്പോൾ ബാലചന്ദ്രൻ ഒന്നും കൂടി തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല അച്ഛാ, വാ നമുക്ക് പോകാം, രോഹിത്ത് നമ്മളിനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, രോഹിത്ത് നമ്മളെ കാണാനൊന്നും കൂട്ടാക്കത്തില്ല, നമുക്കിവിടെ നിന്ന് എന്തായാലും പോകാം എന്ന് പറഞ്ഞിട്ട് അലീന ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അതേസമയം അലീന തീരുമാനിക്കുന്നുണ്ട് ഷെരീനെ പോയി കാണാനും സംസാരിക്കാനും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനുമൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അലീന.